മലപ്പുറത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. മന്ത്രി AP അനിൽകുമാറിനെതിരെ വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്ത് എത്തിയപ്പോൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മലപ്പുറം കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം യോഗത്തിൽ ആയിരുന്നു ലീഗ് നേതാക്കളും പ്രവർത്തകരും അനിൽകുമാറിനെ രൂക്ഷമായി വിമർശിച്ചത്. അനിൽകുമാറിനെ വിജയിപ്പിച്ചത് മുസ്ലിം ലീഗ് ആണ് എന്നും മന്ത്രിയായതോടെ ലീഗിനെ അദ്ദേഹം അവഗണിക്കുന്നു എന്നുമാണ് ആക്ഷേപം. മന്ത്രി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തക സമിതി യോഗത്തിൽ ആക്ഷേപം ഉയർന്നു. അതേസമയം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോൺഗ്രസിന്റെ മലപ്പുറം നിയോജക മണ്ഡലം യോഗത്തിൽ ആയിരുന്നു അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും PK കുഞ്ഞാലിക്കുട്ടി വില കൽപ്പിക്കുന്നില്ല എന്നതാണ് ആ ആക്ഷേപം. തെരഞ്ഞെടുപ്പിന് ശേഷം പല കാര്യങ്ങളിലും കൂടിയാലോചനയും നടക്കുന്നില്ല. മന്ത്രിയുടെ സ്വീകരണ പരിപാടി അറിയിച്ചില്ല എന്നും വിദ്യാഭ്യാസ അവാർഡ് പരിപാടിക്ക് ക്ഷണിച്ചില്ലെങ്കിലും കോൺഗ്രസ് നിയോജക മണ്ഡലം നേതാക്കൾ ക്ഷണിച്ചില്ല എന്നുമാണ് ആരോപണം. ഇടനിലക്കാർ ഇല്ലാതെ PK കുഞ്ഞാലിക്കുട്ടിയെ ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുമുള്ള വിമർശനം ആണ് ഉയരുന്നത്. ഈ തരത്തിൽ ആണ് മലപ്പുറത്ത് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലേക്ക്, പ്രത്യേകിച്ച് മന്ത്രിമാരെ ചൊല്ലി അഭിപ്രായ ഭിന്നതയിലേക്ക് എത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ആണ് ചേരുന്നത്. അനുമോദ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറെ കൗതുകകരമായ രാഷ്ട്രീയ കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. പ്രതിപക്ഷത്തേക്ക് വന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPIയും CPIMും ഇപ്പോഴും രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് അവർക്ക് നേരിട്ടത് എന്നറിയാം. മറുഭാഗത്തേക്ക് വരുമ്പോൾ, അധികാരത്തിലേറുമ്പോൾ സാധാരണ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ അതൊക്കെ പരിഹരിക്കപ്പെട്ട് ഭരണം തുടരുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ മന്ത്രിമാർക്കെതിരെ ലീഗിനകത്ത് അതൃപ്തി ഉണ്ടാകുന്നത്, മന്ത്രിക്കെതിരെ, കോൺഗ്രസിന്റെ മന്ത്രിക്കെതിരെ അതൃപ്തി ഉണ്ടാകുന്നത്. തിരിച്ച് ലീഗിന്റെ മന്ത്രി, അതും PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ തലമുതിർന്ന നേതാവാണ്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോൺഗ്രസിനകത്തും അതൃപ്തി പുകയുകയാണല്ലോ. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ അസ്വാരസ്യത്തിന് കാരണമാകുന്നത്? അഭിലാഷ്, നമുക്കറിയാം ആര്യടൻ മുഹമ്മദ് സർവശക്തനായിരുന്ന സമയത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ലീഗിനെതിരെ തുറന്നടിക്കുകയൊക്കെ പലവട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു ഭരണകാലത്ത് 5 വർഷമൊന്നും ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും കോൺഗ്രസും ലീഗും വീണ്ടും തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടങ്ങുന്നത് വണ്ടൂരിൽ നിന്നാണ്. വണ്ടൂരിൽ AP അനിൽകുമാറിനെതിരെ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രവർത്തകർ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത്. ആഭ്യന്തര യോഗമാണ്, ആഭ്യന്തര വിമർശനമാണ്. അതാണ് ഈ സംഭവവികാസങ്ങൾക്ക് തുടക്കമാവുന്നത്. അനിൽകുമാർ അവിടെ ലീഗ് പ്രവർത്തകരെ പരിഗണിക്കുന്നില്ല, പരിപാടികൾ അറിയിക്കുന്നില്ല. ഇതുവരെ അനിൽകുമാറിനെ വിജയിപ്പിച്ചത് ലീഗാണെന്ന ഓർമ്മ പോലും ഇല്ലാതെ അനിൽകുമാർ പെരുമാറുന്നു തുടങ്ങിയ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയും അത് മാധ്യമങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ മലപ്പുറത്ത് കോൺഗ്രസ്സുകാരും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സമാന വിമർശനം ഉന്നയിക്കുന്നത്. അത് ഒരല്പം കടന്ന വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് ഇടനിലക്കാരില്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ ഒരു പരിപാടികളിലേക്ക് ലീഗ് കോൺഗ്രസിനെ അറിയിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല തുടങ്ങി രണ്ട് കൂട്ടരും മന്ത്രിമാരുടെ പേരിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു സാഹചര്യം കൂടി നമുക്കിതിൽ കാണണം. ലീഗ് VD സതീശിന് വേണ്ടി ശക്തമായ രംഗത്തെത്തിയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഈ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഇപ്പോൾ AP അനിൽകുമാറിൻ്റെ പക്ഷമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അപ്പോൾ അനിൽകുമാറിനെതിരെ, അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെതിരെ ഘടകകക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി വിമർശനം ഉന്നയിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് അണികൾക്ക് സാധിക്കുന്നില്ല. തുടർന്ന് അവരുടെ ഏറ്റവും ശക്തനായ നേതാവായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത്. എന്താണെങ്കിലും വിമർശനങ്ങളൊക്കെ പരസ്യമായിട്ടല്ല, അവരുടെ ആഭ്യന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിലാണ്. പക്ഷേ ഏറെ വൈകാതെ ഇതേ തരത്തിൽ മുന്നോട്ട് പോകാനുള്ളത് പരസ്യമായ വിമർശനങ്ങളിലേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണെങ്കിലും ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അറിയാനാവുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രശ്നം സമാജത്തിലേക്ക് പരിഹരിച്ചു പോകാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് കൂടുതൽ വഷളാക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണിപ്പോൾ ഇരു നേതൃത്വത്തിന്റെ ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
അഭിലാഷ്. യെസ്, അവിടെയാണല്ലോ അനുമോദ്. അതായത് ഈ രണ്ടു ഭാഗത്തെയും പ്രതികരണങ്ങൾ നോക്കുമ്പോൾ ഈ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കുന്നത് തങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം. അനിൽകുമാറിനെ വിജയിപ്പിച്ചത് തങ്ങളാണ് എന്ന് ലീഗ് പറയുന്നു. ഇടനിലക്കാരില്ലാതെ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പറ്റാത്ത സാഹചര്യമെന്ന് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ അനുമോദ് തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു പോവുക എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം. നേരത്തെ എപ്പോഴായിരുന്നു ലീഗും കോൺഗ്രസും ഒക്കെ രണ്ട് തട്ടിൽ നിന്നത്? അതിനുശേഷം ഒരു മെയ്യായി തന്നെ ഒരു മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ. പക്ഷേ ഭരണത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്വാരസ്യം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യവും അത് വലിയ തോതിൽ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യുമല്ലോ. തീർച്ചയായും 2010-നും 15-നും ഇടയിലാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മലപ്പുറത്ത് UDF ഉണ്ടായത്. അന്ന് ആര്യടൻ മുഹമ്മദ്, കോൺഗ്രസിന്റെ ഏറ്റവും തലമുറ നേതാവ്, ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് പലപ്പോഴും പരസ്യ പ്രസ്താവന നടത്തുകയും ലീഗ് നേതൃത്വത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സാമ്പാർ മുന്നണികളായിട്ട് ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. 2015-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ കോൺഗ്രസും ലീഗും പരസ്പരം ഏറ്റുമുട്ടി. 2020-ലും ഏകദേശം സമാനമായ രീതിയിൽ തന്നെ പരസ്പരം ലീഗ് കോൺഗ്രസ് മത്സരങ്ങൾ പലയിടത്തും നടന്നു. പക്ഷേ ഇത്തവണ അതെല്ലാം തന്നെ പരിഹരിച്ച് വളരെ സമാധാനത്തിൽ ഇവിടെ ലീഗ് കോൺഗ്രസും ഐക്യത്തോടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇവിടെ ഭരണത്തിലേറിയതിന് ശേഷമാണ് ഈ മൂപ്പിളമ തർക്കം തുടങ്ങുന്നത് എന്ന് വേണം നമുക്ക് പറയാം. എപ്പോഴും കോൺഗ്രസിന് സംസ്ഥാനത്ത് കോൺഗ്രസ്സാണ് വലിയേട്ടനെങ്കിലും മലപ്പുറത്തെത്തുമ്പോൾ ലീഗാണ് ഇവിടുത്തെ മുതിർന്ന പാർട്ടി, അതായത് വലിയേട്ടൻ. ഇവിടെ കോൺഗ്രസ് 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ UDF-ൽ. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് AP അനിൽകുമാറിനെ പോലൊരു മുതിർന്ന നേതാവ് റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ഭരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ അതിന് അത്തരത്തിൽ പ്രതികരിക്കുന്നതായിട്ട് തന്നെ വേണം കാണുവാൻ. ഇത് പ്രവർത്തകരുടെ ഒരു ഈഗോ ഫൈറ്റ് മാത്രമായിട്ട് കാണാൻ കഴിയില്ല. മുൻപുണ്ടായിരുന്നതിൻ്റെ ഒരു തുടർച്ച ഇരു പാർട്ടികളുടെയും പ്രവർത്തകരുടെയും മനസ്സിലുള്ളതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. പൊന്മുണ്ടത്തൊക്കെ പണ്ട് സംഭവിച്ചതും ഇതുപോലെ തന്നെ ലീഗിനും കോൺഗ്രസിനും അവരുടേതായ ഈഗോ, അതായത് പരസ്പരം വഴിപ്പെടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് പലയിടത്തും പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത്. ഇവിടെ അത്തരത്തിലേക്ക് തന്നെയാണ് ഈ പ്രവർത്തകരുടെ വികാരമുള്ളത്. എന്തുതന്നെയാണെങ്കിലും നേതൃത്വം സംബന്ധിച്ച് ഇത് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെയാണ് ഈ ഒരു പ്രവർത്തകർ വിമർശനത്തിന് വിധേയരാക്കുന്നത്. സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ഒരു പരസ്യമായ വിഴുപ്പലക്കിലേക്ക് ഇപ്പോഴെത്തുന്നില്ലെങ്കിലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇരു പാർട്ടികളുടെയും നേതൃത്വം കണക്കിലെടുക്കുന്നതും അതിനുള്ള പരിഹാര ശ്രമങ്ങൾ ആരംഭിക്കുന്നതും. യെസ്, ഭരണത്തിൽ ഇരിക്കുന്ന മുന്നണിയാണ്. അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ അനിൽകുമാർ ആകട്ടെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ രണ്ടുപേരും തലമുതിർന്ന നേതാക്കളാണ്. ഈ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കൾ കൂടിയാണ്, മന്ത്രിമാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും വലിയ തോതിൽ പ്രതിഫലിക്കും. അത് പരിഹരിച്ചു പോകേണ്ട ആവശ്യം കൂടിയുണ്ട്. അതിനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് ഇത്തരത്തിൽ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ ഈ ഒരു അതൃപ്തി പുകയുന്നത് എന്നതാണ് ആ വാർത്തയുടെ പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.